നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും രണ്ടവസ്ഥകളുണ്ട്. അതായത് അതിൻ്റെ ഫിസിക്കലായിട്ട് നമ്മൾ കാണുന്ന ഒരവസ്ഥ, അതിനെ ആറ്റോമിക് ലെവലിൽ കാണുന്ന വേറൊരവസ്ഥ. അതായത് ആറ്റോമിക് ലെവലിൽ കാണുന്ന അവസ്ഥയുടെ ഒരു കളക്ഷനാണ് നമ്മൾ ഫിസിക്കലി കാണുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫിസിക്കലി നമ്മൾ ഇങ്ങനെ കാണുന്നു എന്നതുകൊണ്ട് അത് ആറ്റോമിക് ലെവലിൽ അങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. കാരണം രണ്ടും രണ്ട് ഘടകമാണ്, രണ്ടിനും രണ്ട് സ്വഭാവമാണുള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ലോകത്ത് പഠനം നടത്തിയ ആദ്യത്തെ വ്യക്തിയുടെ പേരാണ് മാക്സ് പ്ലാങ്ക്. അപ്പം പ്ലാങ്ക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന എച്ച് എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് പലപ്പോഴും ഇതിൻ്റെയൊക്കെ ഒരു ഫണ്ടമെൻ്റലായിട്ട് വരുന്നത്. അപ്പം മാക്സ് പ്ലാങ്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് ഫോട്ടോണിൻ്റെ എനർജി. അപ്പം ഒരു ഫോട്ടോണിൻ്റെ എനർജിയെ അദ്ദേഹം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ സൂത്രവാക്യത്തിൻ്റെ പ്രത്യേകത. അതായത് E ഈസ് ഈക്വൽ ടു പ്ലാങ്ക് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫ്രീക്വൻസി. പ്ലാങ്ക് കോൺസ്റ്റൻറ്റിന് അദ്ദേഹം എച്ച് എന്ന് പറഞ്ഞു, എച്ച് ഇൻറ്റു എഫ്. അതാണ് അദ്ദേഹത്തിൻ്റെ സൂത്രവാക്യം. അപ്പോൾ ഇതിനകത്ത് ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത്, അതായത് എന്തോരം പ്ലാങ്ക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്, 6.2 ഇൻറ്റു 10 - 37 എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. അതാണ് പ്ലാങ്ക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു സംഖ്യ. ആ സംഖ്യ ഇൻറ്റു ഫ്രീക്വൻസി. അപ്പം ആ സംഖ്യ എത്രയാണോ അതിനെ ഫ്രീക്വൻസി കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഈ ഒരു ഫോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് പലപ്പോഴും ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പം പ്രകാശത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫ്രീക്വൻസി. അപ്പം ഈ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് പ്രകാശത്തിന് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. കാരണം ബ്ലാക്ക് ബോഡി റേഡിയേഷനെ റിസീവ് ചെയ്യുന്നതും റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നതുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കണ്ടുപിടുത്തത്തിൻ്റെ. അപ്പം ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു അയൺ മെറ്റലാകാം, അല്ലെങ്കിൽ ചൂട് പിടിക്കുന്ന എന്തും. അപ്പം ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ ബ്ലാക്ക് ബോഡീനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിനൊരു കറുത്ത രൂപത്തിലായിരിക്കും കാണുന്നത്. കാരണം ഇരുമ്പ് കട്ട ഒക്കെ ഒരു കറുത്ത കളറാണല്ലോ. നമ്മൾ തന്നെ ചൂട് പിടിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? അതതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകും. ചൂട് പിടിപ്പിക്കുമ്പം അത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് റെഡാവും. റെഡ് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി കഴിയുമ്പം അത് മഞ്ഞയാവും, ഓറഞ്ചാവും, പിന്നെ അത് ഗ്രീനാവും, വയലറ്റാവും, പിന്നെ വൈറ്റാവും. ഈ വൈറ്റ് വരെയുള്ള പ്രകാശത്തെ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ കിട്ടത്തുള്ളൂ. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസിയുടെ ലെവലെന്ന് പറയുന്നത്. അതായത് ഓരോ ഫ്രീക്വൻസിയും പല ഫ്രീക്വൻസി. അപ്പം ഓരോ ലെവലിലേക്കും കടക്കുമ്പം ഓരോ ലെവലാണ് കാണിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഫ്രീക്വൻസി പലതാകാൻ കാരണം? ഇനിയുണ്ട് അൾട്രാ വയലറ്റ്. അത് നമ്മുടെ കാഴ്ചയ്ക്ക് കിട്ടുന്നതല്ല. അതിനകത്ത് ഇൻഫ്രാറെഡ്, അത് നമ്മുടെ കാഴ്ചയ്ക്ക് കിട്ടുന്നതല്ല. ഇൻഫ്രാറെഡ്, എക്സ്റേ, ഗാമ, ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രീക്വൻസി ഉണ്ട്. ഗാമ പോലുള്ള ഫ്രീക്വൻസിയൊക്കെ വരണമെങ്കിൽ അത്രമാത്രം ലെവലിലേക്ക് സാധാരണ ചൂടാക്കണം. അപ്പം അത്രയും മാത്രം ഹോട്ട് എനർജിയിലേക്ക് ചൂടാക്കുമ്പോൾ മാത്രമാണ് ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗാമ, അൾട്രാ വയലറ്റ് റേഡിയേഷൻ, ഗാമ പോലുള്ള കിരണങ്ങൾ വരുന്നത്. നമ്മുടെ കാഴ്ചയ്ക്ക് കിട്ടുന്ന കിരണങ്ങളല്ലത്. അതിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാനായിട്ട് അതിന് പറ്റുന്ന ഇൻഫ്രാറെഡും റേഡിയേഷനും ഒക്കെ ആയ ഘടകങ്ങൾ വേണം. എക്സ്റേ ഒക്കെ ഇതിനകത്ത് വരുന്ന റേഡിയേഷനിൽ വരുന്ന സംഭവങ്ങളാണ്. പക്ഷെ നമ്മുടെ കാഴ്ചയ്ക്ക് കിട്ടുന്നതല്ല. അപ്പോൾ കാഴ്ചയ്ക്ക് കിട്ടുന്ന ഈ സംഭവങ്ങളും കാഴ്ചയ്ക്ക് കിട്ടാത്ത ഈ സംഭവങ്ങളും ഒരു സംഭവത്തിൽ ഉണ്ട്. അതായത് ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലിലും ഉണ്ട്. അതിനെ ചൂടാക്കി കഴിയുമ്പോഴാണ്, അത് ഇത്രമാത്രം ഫ്രീക്വൻസിയിലേക്ക് കയറുമ്പോഴാണ്, ഓരോരോ ടെമ്പറേച്ചർ കൂട്ടി കൊണ്ടുവരുമ്പോഴാണ് അതിൽ നിന്ന് ഈ റേഡിയേഷനുകൾ പുറത്തു വരുന്നത്. അതാണ് സണ്ണിൽ നിന്ന് ഗാമ, ഇൻഫ്രാറെഡ് എല്ലാം പുറത്തേക്ക് വരാൻ കാരണം. സണ്ണിൽ നടക്കുന്ന
ന്യൂക്ലിയർ റിയാക്ഷന് അത്രമാത്രം ടെമ്പറേച്ചർ ഉയർത്താനുള്ള ശേഷിയുണ്ട്. ഈ റേഡിയേഷൻ ഇങ്ങനെ പാർട്സ് ആയിട്ട് വരാനായിട്ടുള്ള ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആറ്റത്തിൻ്റെ അകത്ത് ഇലക്ട്രോണുകളെ അടുക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോ ലെവലായിട്ടാണ്. അങ്ങനെ ലെവലായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഓരോ ഇലക്ട്രോണും കത്തുമ്പം ഓരോ റേഡിയേഷനാണ്. ഇതിൽ ഫ്രീക്വൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വേവ് ലെന്ത് കുറഞ്ഞ ഫ്രീക്വൻസി, വേവ് ലെന്ത് കൂടിയ ഫ്രീക്വൻസി. അപ്പം വേവ് ലെന്ത് കുറഞ്ഞ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കട്ടി കൂടിയ കിരണങ്ങളാണ്. അപ്പം അതിന് ആ പൊക്കം താഴ്ച, അതായത് ഒരു വേവ് വെള്ളത്തിലേക്കൊരു കല്ലിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ വേവായിട്ടല്ലേ പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വേവ് ആദ്യം ഉണ്ടാകുന്ന വേവ് അല്ല, വേവ് കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു പോകും. അപ്പം ഈ വേവ് കുറഞ്ഞും കൂടിയും ആയിരിക്കും അതിങ്ങനെ തിരമാലകൾ പോകുന്ന പോലെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ വേവ് ലെന്ത് എന്ന് പറഞ്ഞാൽ 2 വേവുകൾക്കിടയിലുള്ള ഗ്യാപ്പാണ്. അപ്പോൾ വേവ് ലെന്ത് കൂടിയ കിരണങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ചുമലവെട്ടത്തിലും മഞ്ഞവെട്ടത്തിലും നീലവെട്ടത്തിലും വെള്ളവെട്ടത്തിലും പച്ചവെട്ടത്തിലും ഒക്കെ കറങ്ങുന്നത്. അതിൽ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് വെള്ളവെട്ടമാണ്. വെള്ളവെട്ടത്തിനകത്ത് എല്ലാം ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാം ഉണ്ട്. പക്ഷേ അത് ഇൻവിസിബിളാണ്. അതുകൊണ്ടാണ് അതായത് ഒരു പ്രിസം പോലെ പ്രവർത്തിക്കുമ്പം വരുന്ന പ്രകാശത്തിൻ്റെ മുമ്പിൽ മഴത്തുള്ളികൾ ഒരു പ്രിസം പോലെ പ്രവർത്തിക്കുമ്പം അതിൽ നിന്നാണ് ഈ 7 വർണ്ണങ്ങൾ ഉണ്ടാകുന്ന മഴവില്ലെന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. കാരണം ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പം ഇത് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരാനായിട്ട് കാരണം എന്താണ്? കാരണം എല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ പോരായിരുന്നോ? ഒറ്റ റേ വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജിൽ വരാൻ കാരണം ഇതിന് ഓരോ പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിലും നമ്മൾ കാണുന്ന ഓരോ മാറ്ററിൻ്റെ ഉള്ളിലും ഓരോ കാര്യങ്ങളെ അടുക്കി വെച്ചിരിക്കുന്നത് ഈ ഇങ്ങനെ അടുക്കി ലെയറായിട്ട് വെച്ചേക്കുക. അപ്പോൾ ലെയറായിട്ട് വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ ലെയറായിട്ടാണ് അതിൻ്റെ അകത്തെ ഇലക്ട്രോണുകൾ ഇരിക്കുന്നത്. അതിൻ്റെ അകത്തെ ന്യൂക്ലിയസും ഇലക്ട്രോണുകളും ഒക്കെ ഇരിക്കുന്നത് ഇങ്ങനെ ലെയറാണ്. അപ്പം ആ ലെയറായിട്ടിരിക്കാനായിട്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് ക്വാണ്ട, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിസത്തിൻ്റെ ക്വാണ്ട എന്ന വേർഡ് വരുന്നത്. ക്വാണ്ട എന്ന വേർഡിൻ്റെ അർത്ഥം എന്താ? പാക്കറ്റ്. അപ്പം ഓരോ റേഡിയേഷൻ്റെ ലെവലിലുള്ള സംഭവങ്ങളും ഓരോ പാക്കറ്റാണ്. അതായത് 100 പാക്കറ്റിൻ്റെ ഒരു പാക്കറ്റ്, അതിൽ നിന്നാണ് റെഡ് വെട്ടം വരുന്നത്. നമുക്ക് ഫിക്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എത്രയുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റത്തില്ല. അതൊക്കെയാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്ത പാക്കറ്റ് എന്ന് പറയുന്നത് അടുത്ത വെട്ടം ഓറഞ്ച് വെട്ടത്തിൻ്റെ 100 പാക്കറ്റ്. ആ 100 പാക്കറ്റ് കത്തിത്തീരുമ്പം അടുത്ത വെട്ടം അതിന് തീ കൂട്ടി കൊടുത്താലേ വരത്തുള്ളൂ. തീ കൂട്ടി കൊടുക്കുമ്പം ബ്ലൂ ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, ഇതിൻ്റെ 10 പാക്കറ്റ് അല്ലെങ്കിൽ 100 പാക്കറ്റ് 200 പാക്കറ്റ് അങ്ങനെ ചെയ്ത് പോവുകയാണ്. ഉള്ളിലേക്ക് കയറി പോവുകയാണ്. ഇൻഫിനിറ്റി നമ്പർ എന്ന് പറയുന്ന സംഭവത്തിലേക്കൊക്കെ വരും. എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ എനർജി അത്രയും കൂട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ മേല. കാരണം അത്രയും എനർജി കൂട്ടാനുള്ള ശേഷി നമുക്കില്ല, നമ്മുടെ ടെക്നോളജിക്കില്ല. അപ്പം അങ്ങനെയാണ് ഇത് ഓരോ എനർജിയും ഓരോ ഇലക്ട്രോണിൻ്റെ മേഖലകളും പാക്കറ്റായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് മാക്സ് പ്ലാങ്കിനെ എത്തിച്ചത്. ഇതാണ് ക്വാണ്ടം മെക്കാനിസത്തിന് അടിത്തറവാക്കിയത്. അപ്പം ഇതാണ് പ്ലാങ്ക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫിസിക്സിൽ ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ്. അദ്ദേഹം ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്തോരം ഉണ്ടെന്ന് പറയുന്ന ഒരു സൂത്രവാക്യമാണ്. എന്തോരം ഉണ്ട് ഒരു ഫോട്ടോണിൻ്റെ എനർജി? അതിൻ്റെ മാക്സ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫ്രീക്വൻസി. എന്തോരം ഫ്രീക്വൻസി ഉണ്ടോ അതിനെ ഏത് ഫ്രീക്വൻസിയിലാണോ വരുന്നത് ആ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു നമ്പറാണ്. കാരണം ഈ ഫ്രീക്വൻസികൾക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം 700 mn എന്ന് പറയുന്ന NM എന്ന് പറയുന്നതാണ് ഓറഞ്ചിൻ്റെ ഫ്രീക്വൻസി. മുകളിലേക്ക് പോകുന്നതോറും ഫ്രീക്വൻസി കുറയുക. കാരണം വേവുകൾ അടുക്കുക. അപ്പം ഈ ഫ്രീക്വൻസിക്ക് കൊടുത്തേക്കുന്ന നമ്പർ ഇൻറ്റു പ്ലാങ്ക് കോൺസ്റ്റൻറ്റ്, അതാണ് ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സൂത്രവാക്യം അദ്ദേഹം ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ സൂത്രവാക്യം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഒരു കാൽക്കുലേഷനാണ്. പക്ഷേ അതിനകത്തൊരു ഫിക്സ്ഡ് ഒന്നും അല്ലത്. കാരണം അതിനെ മാത്തമാറ്റിക്കലി മാത്രമേ നമുക്ക് പ്രപഞ്ച രഹസ്യങ്ങളെ
പ്രൂവ് ചെയ്യാനും തെളിയിക്കാനും പറ്റത്തുള്ളൂ. അപ്പം ഒരു മാത്തമാറ്റിക്കൽ ഡോർ ഓപ്പൺ ചെയ്യുവാണ് മാക്സ് പ്ലാങ്ക് ചെയ്തേക്കുന്നത്. അപ്പം മാത്തമാറ്റിക്കലി വരണമെങ്കിൽ ഇതിന് ഇത്ര ഫ്രീക്വൻസി ഉണ്ടെന്നും ഈ വെട്ടങ്ങൾക്കെല്ലാം ഈ ഫ്രീക്വൻസി ഉണ്ടെന്നും ആ ഫ്രീക്വൻസീനെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ അളക്കാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിട്ട് അതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ടാണ് ഈ ഇക്വേഷൻ ഉണ്ടാക്കിയത്. അല്ല ചുമ്മാ എടുത്തുണ്ടാക്കിയിരിക്കുന്നതല്ല. അതിനെ മാക്സ് പ്ലാങ്ക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രാധാന്യം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ഈ ക്വാണ്ടം മെക്കാനിസത്തിൻ്റെ നെടുംതൂണായിട്ട് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഓർക്കുക, അദ്ദേഹത്തിൻ്റെ ക്വാണ്ടം മെക്കാനിസം എന്ന് പറയുന്ന ആ മെക്കാനിസത്തിൻ്റെ ആദ്യത്തെ നാമ്പുകൾ നട്ട വ്യക്തിയാണ് മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ എടുത്തുയർത്തി അതിനെ വളർത്തിയെടുത്ത വ്യക്തി എന്ന് പറയുന്നത് മാക്സ് പ്ലാങ്ക് അല്ല, അത് ഹൈസൻബർഗ് ആണ്. ഹൈസൻബർഗ്, ബെർണാർഡ് ഹൈസൻബർഗ്, ജർമ്മൻ ഫിസിക്സ്. അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്ക് വേറെ നോക്കാം. ഇതാണ് മാക്സ് പ്ലാങ്കിൻ്റെ പ്രാധാന്യം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതാണ് ഇദ്ദേഹം ലോകത്ത് നട്ട ക്വാണ്ടം മെക്കാനിസത്തിൻ്റെ നാമ്പുകൾ.